ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മധ്യപ്രദേശും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. ദേശീയ ഉദ്യാനമില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ദേശജാതി വേഴാമ്പൽ ഏതാണ്? ഉത്തരം കോഴിവേഴാമ്പൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കീരിയിനം ഏതാണ്? ഉത്തരം ചെങ്കീരി. 1990-കൾക്ക് ശേഷം വ്യക്തമായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വെരുക് വർഗത്തിലെ വന്യജീവി ഏതാണ്? ഉത്തരം മലബാർ വെരുക്. വാഴവർഗത്തിൽ ഉൾപ്പെടുന്നതും കാടുകളിൽ കാണപ്പെടുന്നതുമായ പശ്ചിമഘട്ട ദേശജാതി ഔഷധ സസ്യം ഏതാണ്? ഉത്തരം കല്ലുവാഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാട്ടുചെമ്മരിയാട് ഏതാണ്? ഉത്തരം അർഗലി. ഇന്ത്യൻ ഓർക്കിഡുകളുടെ പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ദേശീയ ഉരകം ഏതാണ്? ഉത്തരം രാജവെമ്പാല. ഇന്ത്യയിലെ ടൈഗർ മാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ കൈലാഷ് സംഗാല. പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ ആദ്യ ഡയറക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ കൈലാഷ് സംഗാല. വാക്കിംഗ് ഗോൾഡ് എന്ന കാട്ടുകള്ളന്മാർ വിശേഷിപ്പിക്കുന്ന വന്യജീവി ഏതാണ്? ഉത്തരം കടുവ. ശുദ്ധജല വൈവിധ്യം ഏറെയുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം? ഉത്തരം വേപ്പ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം ആര്യവേപ്പ്. ആൻഡമാനിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം ആൻഡമാൻ പടോക്. ആനമുടി ഏത് ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ കാണപ്പെടുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. ഒരില മാത്രമുള്ള വിളസസ്യം ഏതാണ്? ഉത്തരം ചേന. കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയ്ക്ക് സമീപമുള്ള പക്ഷി നിരീക്ഷണ മേഖല ഏതാണ്? ഉത്തരം അരിപ്പ. കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല ഏതാണ്? ഉത്തരം കോന്നി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? ഉത്തരം പീച്ചി. കേരളത്തിൽ മെട്രോ നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. കേരളത്തിലെ ഉറുമ്പുകളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം 1903 ബിൻഗാം. കേരളത്തിലെ ഉറുമ്പുകളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥത്തിലാണ്? ഉത്തരം ഫോണ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. കേരളത്തിലെ നിലവിലുള്ള പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മംഗളവനം, തട്ടേക്കാട്, ചൂലന്നൂർ. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലം. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കല്ലൻ പൊക്കൂടൻ. കല്ലുമ്മക്കായ് കൃഷി ആദ്യമായി കേരളത്തിൽ പരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കുമാരസ്വാമി ആചാര്യ. കേരളത്തിൽ ആദ്യമായി കല്ലുമ്മക്കായ കൃഷി പരീക്ഷണാർത്ഥം നടപ്പാക്കിയത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം. ഏതെല്ലാമാണ് സുഗന്ധി ത്രിഫല? ഉത്തരം ജാതിഫല, ഏല, ഇലവങ്കം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. കേരളത്തിൽ റിസർവ് വനം ഇല്ലാതിരുന്ന ഏക ജില്ലയെ
2014 റിസർവ് വനമേഖലയിൽ ഉൾപ്പെടുത്തി വനമുള്ള ജില്ലയായി പ്രഖ്യാപിച്ചു. ഏതാണ് ഈ ജില്ല? ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ റിസർവ് വനമേഖല എവിടെയാണ്? ഉത്തരം ഹരിപ്പാടിനടുത്തുള്ള വിയാപുരത്ത്. ഇവിടെയുള്ള 15 ഏക്കർ സ്ഥലമാണ് വനം വകുപ്പ് റിസർവ് വനമേഖലയാക്കിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ മിരിസ്റ്റിക് കാടുകൾ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ചെന്തുരണി കുളത്തുപുഴ വനമേഖലയിൽ. 1960 ഇതിനെ കണ്ടെത്തിയത്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ഏറ്റവും വിഷമുള്ളത് ഏതിനാണ്? ഉത്തരം വെള്ളിക്കെട്ടൻ. കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ നിശാശലഭം ഏതാണ്? ഉത്തരം അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. കേരളത്തിന്റെ തീരങ്ങളിൽ കാണപ്പെടുന്ന കടൽ പാമ്പുകളിൽ ഏറ്റവും ചെറിയ പാമ്പ്? ഉത്തരം അറബിക്കടൽ പാമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം? ഉത്തരം മത്തി. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ചില നദികളിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യം? ഉത്തരം മിസ് കേരള എന്ന ശുദ്ധജല അലങ്കാര മത്സ്യം. ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പിനെ ചുക്കാൻ പിടിച്ചത് ആരാണ്? ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ നേച്ചർ ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം 1974. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അണ്ണാൻ ഏതാണ്? ഉത്തരം മലയണ്ണാൻ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ അണ്ണാൻ ഏതാണ്? ഉത്തരം ഹിമാലയൻ സ്ട്രിപ്ഡ് അണ്ണാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗമെന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണ്? ഉത്തരം ആന. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? ഉത്തരം സിംഹം. സിംഹത്തെ മാറ്റി കടുവയ്ക്ക് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന പദവി നൽകാൻ കാരണം എന്തായിരുന്നു? ഉത്തരം സിംഹം ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ മാത്രം ചുരുങ്ങിപ്പോയതിനാൽ. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1973 ഏപ്രിൽ 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായ നാഗാർജുന സാഗർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ബോർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രമായ ബോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ വനവിഭവങ്ങളുടെ കണക്കെടുപ്പും പഠനവും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ഇന്ത്യയിലെ മത്സ്യസമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും കണക്കെടുപ്പും നടത്തുന്ന ദേശീയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ. ഭാരതത്തിലുള്ള ഏക ആൾക്കുരങ്ങ് വർഗം ഏതാണ്? ഉത്തരം ഹൂളോ ഗിബൺ. മിസോറാം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ഹൂളോ ഗിബൺ. ഇന്ത്യയിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്?
ഉത്തരം 47. പശ്ചിമഘട്ടത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 9. ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിക്കാൻ സഹായിച്ച മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം CK കരുണാകരൻ IFS. പെലിക്കൺ എന്ന വലിയ നീർപ്പറവയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൺ ട്രീ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലെ ആരഡ് എന്ന സ്ഥലത്ത് 1947. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. സാലിം അലിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഒരു കുരുവിയുടെ പതനം അല്ലെങ്കിൽ ഫാൾ ഓഫ് എ സ്പാരോ. കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് എന്താണ്? ഉത്തരം EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ പ്ലാന്റ് ടാക്സോണമി സസ്യശാസ്ത്രജ്ഞർക്കും EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ അനിമൽ ടാക്സോണമി ജന്തുശാസ്ത്രജ്ഞന്മാർക്കും 1999 ഈ അവാർഡ് നിലവിൽ വന്നത്. പാമോയിൽ എന്ന ഭക്ഷ്യ എണ്ണയുടെ സ്രോതസ്സായ വൃക്ഷം ഏതാണ്? ഉത്തരം എണ്ണപ്പന. ഹരിയാന, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കൃഷ്ണമൃഗം. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം കസ്തൂരിമാൻ. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം നടപ്പാക്കിയത് എവിടെയാണ്? ഉത്തരം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. വൃക്ഷ സംരക്ഷണം മുഖ്യ ലക്ഷ്യമായ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ സംഘടന ഏതാണ്? ഉത്തരം പീപ്പിൾ ഫോർ അനിമൽസ്. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം മേധാ പട്കർ. ബീഹാറിന്റെയും ഗോവയുടെയും ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം കാട്ടുപോത്ത്. എന്താണ് NTCA? ഉത്തരം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഹാംഗാൾ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്? ഉത്തരം കാശ്മീരിന്റെ. മേഘാലയയുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം മേഘപ്പുലി. മഞ്ഞപ്പുലിയെ ഔദ്യോഗിക മൃഗമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. സിക്കിം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം ചെമ്പൻ പാണ്ട. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച വർഷം? ഉത്തരം 1966. ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ച് ഡോക്ടർ RV അയ്യർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം MS സ്വാമിനാഥൻ സയന്റിസ്റ്റ് ആൻഡ് ഹ്യൂമാനിസ്റ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവർ റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഭിത്താർകനിക. ഭിത്താർകനിക ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. രാമായണത്തിലെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഏത് വൃക്ഷച്ചുവട്ടിലാണ് രാവണൻ പാർപ്പിച്ചിരുന്നത്? ഉത്തരം ശിംശിപ വൃക്ഷച്ചുവട്ടിൽ. ത്രിഗന്ധിക എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചന്ദനം, അകിൽ, രക്തചന്ദനം. ത്രികടുവിലെ അംഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചുക്ക്, കുരുമുളക്, തിപ്പലി. നവധാന്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം നെല്ല്, ഗോതമ്പ്, തുവര, ചെറുപയർ, മുതിര, കടല, ഉഴുന്ന്, എള്ള്, യവം.
ത്രിഫലയിൽ എന്തെല്ലാമുണ്ട്? ഉത്തരം കടുക്ക, നെല്ലിക്ക, താന്നിക്ക. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പ്രകൃതി പ്രാപ്തയാണ്. പക്ഷേ അവന്റെ അത്യാഗ്രഹങ്ങൾ നിറവേറ്റാൻ പ്രാപ്തയല്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സാധാരണയായി കടുവകളുടെ കണക്കെടുപ്പിനെ അവലംബിക്കുന്ന രീതി എന്താണ്? ഉത്തരം പെഗ്മാർ. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ മെജസ്റ്റിക്ക കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. പശ്ചിമ പൂർവ്വ ഘട്ടങ്ങളുടെ സംഗമ സ്ഥാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം നീലഗിരി. പശ്ചിമഘട്ടത്തിന്റെ പാലക്കാട് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേര്? ഉത്തരം സഹ്യപർവ്വതം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 2012. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആസാം. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. ഇന്ത്യയിൽ ആനകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഉത്തരം ഇന്ത്യൻ പിഗ്മി ബാറ്റ്. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉത്തരം രാജവെമ്പാല. പെട്ടെന്ന് പ്രകോപിതമാക്കാത്ത വിഷപ്പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ മൊല്യൂറസ് അല്ലെങ്കിൽ മലമ്പാമ്പ്. ഇന്ത്യയിലെ വിഷമില്ലാത്ത നീളം കൂടിയ പാമ്പ് ഏതാണ്? ഉത്തരം പൈത്തൺ റെറ്റിക്കുലേറ്റസ്. ഇന്ത്യയിൽ പെരുമ്പാമ്പിനെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ് അല്ലെങ്കിൽ കോഴിപ്പാമ്പ്. ഇണ ചേരാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. പാമ്പ് വർഗത്തിൽ ആൺപാമ്പുകളെ കണ്ടെത്തിയിട്ടില്ലാത്ത ഇനം പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. അച്ഛനില്ലാത്ത പാമ്പ് എന്ന് വിളിപ്പേരുള്ള പാമ്പ് ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിശാശലഭം ഏതാണ്? ഉത്തരം ധാന്യശലഭം അല്ലെങ്കിൽ ഇന്ത്യൻ മീൽ മോത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം ഗരുഡശലഭം. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം രത്നനീലി. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിപ്പമുള്ള ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഡാൽമേഷ്യൻ പെലിക്കൺ. ഇന്ത്യയിലേക്ക് എത്തുന്ന ഏറ്റവും ചെറിയ ദേശാടന പക്ഷി ഏതാണ്? ഉത്തരം ഇളം പച്ച പൊടിക്കുരുവി. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഉത്തരം ഇത്തിക്കണ്ണിക്കുരുവി. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷി ഏതാണ്? ഉത്തരം സാരസക്കൊക്ക്. ദേശാടനം നടത്താത്ത ഈ പക്ഷിക്ക് 155 മുതൽ 175 സെന്റിമീറ്റർ ഉയരമുണ്ടാകും. ചിറകിന്റെ വിസ്താരം 240 സെന്റിമീറ്ററോളം വരും. വേടൻ ഏത് പക്ഷിയെ അമ്പെയ്യുന്നത് കണ്ടിട്ടാണ് വാൽമീകി മാനിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം രചിച്ചത്? ഉത്തരം സാരസക്കൊക്കുകളെ. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തി ഏതാണ്? ഉത്തരം കടുവ ചിലന്തി അല്ലെങ്കിൽ മഞ്ഞത്തുടയൻ ചിലന്തി. ഇംഗ്ലീഷിൽ പക്ഷിപ്പിടുത്തക്കാരൻ ചിലന്തി എന്ന് വിളിക്കുന്നത് ഏത് ചിലന്തിയെയാണ്? ഉത്തരം കടുവ ചിലന്തി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിലന്തി ഏതാണ്? ഉത്തരം ഉണ്ടക്കണ്ണൻ നീലമണ്ണാച്ചൻ ചിലന്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരകം ഏതാണ്?
ഉത്തരം ഉപ്പുജല ചീങ്കണ്ണി. ഈ വർഗത്തിലെ ആണിനത്തിന് 7 മീറ്റർ വരെ നീളവും 2000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. പെണ്ണിനത്തിന് ശരാശരി 4.3 മുതൽ 5.2 മീറ്റർ നീളവും 500 മുതൽ 1000 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളകളിൽ 1-ാം സ്ഥാനം ഏതിനാണ്? ഉത്തരം മരച്ചീനി. ഇന്ത്യയിൽ ആദ്യം മാമ്പഴ സീസൺ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ എന്നിവ പ്രകാരം സസ്യങ്ങൾ എങ്ങനെ ഉടലെടുത്തു എന്നും വിവരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ബ്രഹ്മാവിന്റെ കേശം. പ്രകൃതി സ്നേഹിയും ജന്തുസ്നേഹിയും എഴുത്തുകാരിയുമായ മേനക ഗാന്ധി യാസ്മിൻ സിംഗുമായി ചേർന്ന് എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ബ്രഹ്മാവിന്റെ കേശം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം പാന്താറ ടൈഗ്രീസ്. പുലിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം പാന്താറ പാർഡസ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഞ്ചൽ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം ഹെയ്ലി ദേശീയ ഉദ്യാനം. ഇന്ത്യയിൽ മെട്രോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഗിണ്ടി ദേശീയ ഉദ്യാനം. ഗിണ്ടി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് മെട്രോ നഗരത്തിലാണ്? ഉത്തരം ചെന്നൈ. കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ കാട് എന്ന് വിളിപ്പേരുള്ള ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം. കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഗീർ വനത്തിൽ സിംഹങ്ങളെ സംരക്ഷിക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തിയത് ആരാണ്? ഉത്തരം ജുനഗഡിലെ നവാബ്. സിംഹവേട്ട നിരോധിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ജുനഗഡിലെ നവാബ്. സാൽ വൃക്ഷങ്ങൾക്ക് പേരുകേട്ട മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സഞ്ജയ് ദേശീയ ഉദ്യാനം. ഒഡീഷയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം നോർത്ത് സിംലിപാൽ ദേശീയ ഉദ്യാനം. ഗോവയിലെ ഏക ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഭഗവാൻ മഹാവീർ ദേശീയ ഉദ്യാനം. കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ അല്ലാതെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഉത്തരം നെല്ലിക്കാംപട്ടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം പാമ്പാടും ചൂല ദേശീയ ഉദ്യാനം. പാമ്പാടും ചൂല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഇടുക്കി. ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രീ ഫോൺ എന്ന പന്നൽ ചെടികൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ആനമുടിച്ചോല ദേശീയ ഉദ്യാനം. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം കടുവാ സങ്കേതം. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപീകൃതമായ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം കടുവാ സങ്കേതം. ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ തേക്കുമരം നിൽക്കുന്നത് എവിടെയാണ്? ഉത്തരം പറമ്പിക്കുളത്ത്. കന്നിമരം എന്നറിയപ്പെടുന്ന ഈ തേക്ക് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. 6000 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. 47 മീറ്റർ നീളവും 7.5 മീറ്റർ ചുറ്റുവണ്ണവുമുണ്ട്.
തമിഴ്നാടിന്റെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സംരക്ഷണ മേഖലയോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പേപ്പാറ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ശെന്തുരണി വന്യജീവി സങ്കേതം. ശെന്തുരണി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നീ വന്യജീവികൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഒരു ജില്ലയുടെ പേരിൽ പ്രശസ്തമായ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളെ കണ്ടുവരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം തട്ടേക്കാട്. വിശ്വപ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലിയുടെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ശരണാലയം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷണ മേഖല ഏതാണ്? ഉത്തരം മംഗളവനം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദിയുടെ പേരിൽ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിൽ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി നിലവിൽ വന്ന ആദ്യ സംരക്ഷിത മേഖല ഏത്? ഉത്തരം കുറിഞ്ഞിമല സാങ്ച്വറി. കുറിഞ്ഞിമല സാങ്ച്വറി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഇടുക്കി, ദേവികുളം താലൂക്കിൽ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകളുടെ ശാസ്ത്രനാമം? ഉത്തരം സ്ട്രോബിലാന്തസ് കുന്തിയാന. ദേശീയ പക്ഷിയായ മയിലിന്റെ സംരക്ഷണത്തിനായി കേരളത്തിൽ രൂപീകൃതമായ പ്രഥമ സങ്കേതം ഏതാണ്? ഉത്തരം ചൂലന്നൂർ മയിൽ സങ്കേതം. പാലക്കാട്, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ പ്രൊഫസർ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക സംരക്ഷണ മേഖല ഏതാണ്? ഉത്തരം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ മേഖല ഏതാണ്? ഉത്തരം കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ് ഇതിന്റെ സ്ഥാനം. 2011 ഇത് നിലവിൽ വന്നത്. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം കടലുണ്ടി. കേരളത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിൽ കാണപ്പെടുന്ന ശ്വാനവർഗത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി ഏതാണ്? ഉത്തരം കാട്ടുനായി. കേരളത്തിലെ കാടുകളിൽ ചെന്നായി ഇല്ല. കാട്ടുനായും ചെന്നായും വ്യത്യസ്ത ജീവികളാണ്. കേരളത്തിൽ കാണപ്പെടുന്ന സസ്തനികളിൽ ചെതുമ്പലുകളുള്ള ഏക ജീവി? ഉത്തരം ഈനാമ്പീച്ചി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടലുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. ഞാൻ പെറ്റ കാലം മീൻ പെറ്റ പോലെ, വാലറ്റ കാലം ഞാൻ പെറ്റ പോലെ. ഇത് ഏത് ഉഭയജീവികളെ കുറിച്ചുള്ള കടങ്കഥയാണ്? ഉത്തരം തവളകൾ. കരാരവിന്ദേന പാതാരവിന്ദ് മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പ്രദസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഈ വരികളിൽ വിവരിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം അരയാൽ.
കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ മറയൂരിൽ. കേരളത്തിലെ ആദ്യകാല പരിസ്ഥിതി സമരങ്ങളിൽ ഒന്നായ ചാലിയാർ മലിനീകരണ വിശുദ്ധ സമരം നയിച്ചത് ആരാണ്? ഉത്തരം കെ റഹ്മാൻ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ജലചൂഷണത്തിനും മലിനീകരണത്തിനുമെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി വനിത ആരാണ്? ഉത്തരം മൈലമ്മ. ഋഷിപൂജ്യം എന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന സസ്യം ഏതാണ്? ഉത്തരം ആരോഗ്യപ്പച്ച. കേരളത്തിൽ പുളിയായി ഉപയോഗിക്കുന്ന കായ്കളുള്ള ദേശജാതി നിത്യഹരിത മരം ഏതാണ്? ഉത്തരം കുടംപുളി. കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഏറ്റവും ചെറിയ കന്നുകാലി വർഗം ഏതാണ്? ഉത്തരം വെച്ചൂർ പശു. കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കന്നുകാലി വർഗത്തിലെ മൃഗം? ഉത്തരം കാട്ടുപോത്ത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന തനത് തത്തവർഗത്തിലുള്ള പക്ഷി ഏതാണ്? ഉത്തരം നീലത്തത്ത. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? ഉത്തരം തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം കരിമീൻ. കേരളത്തിലെ പ്രസിദ്ധമായ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. വെച്ചൂർ പശുവിനെ കാണപ്പെടുന്ന പ്രദേശം? ഉത്തരം കോട്ടയം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട്, വയനാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിന് തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? ഉത്തരം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഉത്തരം കബനി, ഭവാനി, പാമ്പാർ. കബനി നദിയിലെ പ്രശസ്തമായ ദ്വീപ് ഏതാണ്? ഉത്തരം കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ട് കായൽ. 2 ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പെരിയാർ കടുവ സങ്കേതം. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് എന്ന ജോൺ സി മാഷ്. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഏഴുമലയിൽ. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1977. കേരളത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 2. ലോക ചരിത്രത്തിൽ ആദ്യമായി വനം സംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപവൽക്കരിച്ചത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. വനം സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി എഴുത്തുകാർ ചേർന്ന് രൂപവൽക്കരിച്ച പരിസ്ഥിതി സംഘടനയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം സുഗതകുമാരി. പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സുഗതകുമാരി. സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഡോക്ടർ കെ എസ് മണിലാൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ്?
ഉത്തരം ഫ്ലോറ ഓഫ് സൈലന്റ് വാലി. 1988 ഇത് പ്രസിദ്ധീകരിച്ചത്. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനായുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ പ്രശസ്ത നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബിന്. കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 2005-2008. പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ആരാണ്? ഉത്തരം CK കരുണാകരൻ IFS. ആനകൾ ഏറ്റവും അധികം കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ്? ഉത്തരം വയനാട്. വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ശെന്തുരണി. ശെന്തുരണി വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിക്കാൻ കാരണമായ വൃക്ഷം? ഉത്തരം ചെന്തുരണി എന്ന ദേശജാതി മരം. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ്? ഉത്തരം മൈന. പ്രൊഫസർ ജോൺ സി ജേക്കബിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഹരിത ദർശനം. കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിസ്ഥിതി സംഘടനകളെയും ഒന്നിപ്പിക്കാനായി ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം ആന്റണി എന്ന ആൻഡപ്പൻ അമ്പിയായം. 17-ാം നൂറ്റാണ്ടിൽ 100-ലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച വിഖ്യാത സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബൃഹത് ഗ്രന്ഥം തയ്യാറാക്കിയ ഡച്ച് ഗവർണർ ആരാണ്? ഉത്തരം ഹെൻറിക് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഇതിഹാസ തുല്യമായ കൃതി മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം കേരളത്തിലെ സസ്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ആംസ്റ്റർഡാമിൽ നിന്ന്. 1678 മുതൽ 1693 കാലഘട്ടത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളിയായ വൈദ്യൻ? ഉത്തരം ET അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസും ET അച്യുതനും എന്ന പ്രസിദ്ധമായ മലയാള ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഡോക്ടർ KS മണിലാൽ. പരിസ്ഥിതി സംബന്ധമായി ഒരു മലയാളി എഴുതിയ ആദ്യ തമിഴ് ഗ്രന്ഥം ഏതാണ്? ഉത്തരം നമത് വന വിലങ്ക് ശരണാലയങ്ങൾ. 2000 ഇത് പ്രസിദ്ധീകരിച്ചത്. നമത് വന വിലങ്ക് ശരണാലയങ്ങൾ എന്ന തമിഴ് ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം പെരിന്തൽമണ്ണ K രാമചന്ദ്രൻ. ചാമ്പൽ മരയണ്ണന്റെയും മാക്കാച്ചിക്കാടയുടെയും ചിത്രങ്ങൾ എടുത്ത് ആദ്യമായി പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം പെരിന്തൽമണ്ണ K രാമചന്ദ്രൻ. കേരളത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥം ഏതാണ്? ഉത്തരം കേരളത്തിലെ വൃക്ഷങ്ങൾ. ഡോക്ടർ TR ജയകുമാരിയും R വിനോദ് കുമാറും ചേർന്നാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം സുഗതകുമാരിക്ക് ശേഷം ലഭിച്ച മലയാളി വനിത ആരാണ്? ഉത്തരം 2003 കൊല്ലക്കൽ G ദേവകി അമ്മയ്ക്ക്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാപ്രതിഭ ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ അഥവാ പ്രൊഫസർ KK നീലകണ്ഠൻ.
മലയാളികളായ പക്ഷി നിരീക്ഷകരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം കേരളത്തിലെ പക്ഷികൾ. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പ്രൊഫസർ കെ നീലകണ്ഠൻ. പുല്ലുതൊട്ട് പുനാര വരെ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. മലയാളത്തിന്റെ ക്രോമോസോം വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ ജാനകിയമ്മാൾ. സസ്യശാസ്ത്ര രംഗത്ത് ആഗോള പ്രശസ്തിയായ മലയാളി വനിത ആരാണ്? ഉത്തരം കെ ജാനകിയമ്മാൾ. കാസർഗോഡിന്റെ ശാപം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം എൻഡോസൾഫാൻ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. സൈലന്റ് വാലി പ്രശ്നം ആദ്യമായി പത്രങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത് ആരാണ്? ഉത്തരം പ്രൊഫസർ കെ പ്രസാദ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ആൻഡപ്പൻ അമ്പിയായം. പ്രസിദ്ധീകരിച്ച് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് അമൂല്യമായ വിവരങ്ങൾ അതിലുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പരിഭാഷപ്പെടുത്താൻ 330 വർഷം കാത്തിരിക്കേണ്ടി വന്ന ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. പ്രസിദ്ധമായ ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം അയ്യപ്പ പണിക്കർ. ഞാൻ വിത്തിട്ട് പോകാൻ ഒരുങ്ങുന്നു, വിത്തുകൾ തുടർന്നും വിതയ്ക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ചുമതലയാണ്. ആരും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, നിങ്ങൾ തന്നെയാണ് രക്ഷകൻ. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. ശ്യാമയാം നിശബ്ദ കാനനമേ, നിന്നെ ആനന്ദ ബാഷ്പം നിറഞ്ഞ മിഴികളാൽ ഞാനൊന്നൊഴിഞ്ഞുകൊള്ളട്ടെ, കരം കൂപ്പി ഞാനൊന്ന് കണ്ടു നിന്നോട്ടെ മതിവരെ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം സുഗതകുമാരി. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടു നിവർക്കാനൊരു കുളിർ നിഴൽ നടന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടന്നു. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ONV കുറുപ്പ്. നിങ്ങളുടെ ദൂരദർശിനികൾ പ്രകൃതിയുടെ അറ്റത്തേക്ക് തുറന്നു വയ്ക്കുക, സൂക്ഷ്മദർശിനികൾ നിങ്ങൾക്കുള്ളതിലേക്കും അപ്പോൾ ബോധ്യമാകും രണ്ടും ഒന്നു തന്നെയെന്ന്. ഇവിടെ തുടങ്ങട്ടെ ആദ്യ പാഠം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പെരിയാർ കടുവ സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ കടുവ സങ്കേതം.